വയനാട് തുരങ്കപാത പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന തിരുവമ്പാടി എംഎൽഎ സി.കെ. കാസിം മുൻ സർക്കാർ തുടങ്ങിവെച്ച വികസന പദ്ധതികൾ യു.ഡി.എഫ് സർക്കാർ നിർത്തിവെക്കില്ലെന്നും അടുത്തയാഴ്ച തന്നെ ഉന്നതതല യോഗം ചേർന്ന് തുരങ്കപാത നിർമ്മാണ സ്ഥലം സന്ദർശിക്കുമെന്നും സി.കെ. കാസിം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവമ്പാടിയുടെ എം.എൽ.എ സി.കെ. കാസിമാണ് ന്യൂസ് മലയാളത്തോട് ചേരുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ ഇടത് എം.എൽ.എമാരായിരുന്നു. ഇത്തവണ യു.ഡി.എഫ് മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നലെ കഴിഞ്ഞ ലിൻഡോ ജോസഫ് പറഞ്ഞത് വികസനങ്ങൾ തുടർച്ചയുണ്ടാകും എന്നുള്ളതാണ് മണ്ഡലത്തിൽ. അത് തുടർച്ച ഉണ്ടാവും എന്നുള്ളതാണ്. സംശയമില്ലല്ലോ, മണ്ഡലത്തിൽ വികസനങ്ങൾ തുടർച്ചയുണ്ടാകണം, പുതിയ വികസനങ്ങൾ ഉണ്ടാകണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ ഉണ്ടാകണം, വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാകണം, കാർഷിക മേഖലയിൽ എന്തെങ്കിലും ഒരു പുതിയ ഡെവലപ്മെൻറ്റിനുള്ള സംവിധാനം ഉണ്ടാകണം, ടൂറിസവുമായി ബന്ധപ്പെട്ട നല്ലൊരു പദ്ധതി നമ്മുടെ ആശയത്തിലുണ്ട്, അത് നടപ്പിലാക്കണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. +1 കൂടുതൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സംവിധാനം ഉണ്ടാകണം. അതൊക്കെ ഇന്നലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് ഈ തിരുവമ്പാടി ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം വയനാട് തുരങ്കപാതയാണ്. അപ്പം കഴിഞ്ഞ എം.എൽ.എയുടെ വലിയ നേട്ടമായി അവർ ഉയർത്തി കാണിച്ചത് അതായത്. അപ്പം എന്താണ് തുരങ്കപാതയുടെ അവസ്ഥ? നമ്മൾ തുടരുമെന്ന് തന്നെയാണ് നിലപാട്. അല്ല, 100% തുടരും. മാത്രമല്ല 2011-16 കാലഘട്ടത്തിലെ യു.ഡി.എഫ് സർക്കാരിൻ്റെ കാലത്താണ് അത് തുടങ്ങി വെച്ചത്. അതിൻ്റെ തുടർച്ചയെ 10 വർഷം അവർ നടത്തി. ഇനി നമ്മൾ പൂർത്തീകരിക്കും. എന്താ സംശയം? അതിന് സംശയം വേണ്ട. അത് വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ നടപടിയും ഉണ്ടാവും. അടുത്ത ആഴ്ച ഈ നിയമസഭാ സെഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉന്നതതല യോഗം വിളിക്കും, ബന്ധപ്പെട്ട റിവ്യൂ നടക്കും. അതൊക്കെ ഇത് സ്ഥല സന്ദർശനം ഉണ്ടാവും. വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കും. വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത് മുന്നണിയിൽ ചർച്ച ചെയ്തപ്പോൾ തുടരാൻ തന്നെയാണ്. 100% അതെല്ലാവരും പിന്തുണയ്ക്കാൻ തന്നെയാണ്. അത് മുന്നോട്ട് പോകണം. തുടങ്ങി വെച്ച ഒരു വികസന പ്രവർത്തനവും നിർത്തിവെക്കുന്ന പരിപാടി യു.ഡി.എഫ് സർക്കാരിനില്ല. പുതിയ തലത്തിലേക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുൻപ് ചെറിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ യു.ഡി.എഫും കോൺഗ്രസ് ഉയർത്തി കാണിച്ചതായി പറഞ്ഞിരുന്നു. അപ്പോൾ നിലവിൽ എൻവയറമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി നിർബന്ധമാണ്. ഏത് പദ്ധതി അത്ര വലിയ പദ്ധതിയാകുമ്പോൾ അത് ഡീറ്റെയിൽ ആയി നടത്തണമെന്നും അവിടെയുള്ള ജനങ്ങളുടെ ജീവന് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണം പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് അതിനെ കണ്ടിരുന്നത്. അത് എൻവയറമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റഡിയുടെ റിപ്പോർട്ടിലുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ വേറെ പ്രയാസമൊന്നുമില്ല. 4 വർഷം കൊണ്ടാണ് നമ്മൾ പദ്ധതി പൂർത്തിയാക്കുന്നത് പറഞ്ഞത്. ആ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി ടൈം ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് 48 മാസമാണ്. അതിൻ്റെ ഇനോഗ്രേഷനിൽ ഞാനും ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് പൂർത്തീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പൂർത്തീകരിക്കും. ഓക്കെ, താങ്ക് യു. എന്തായാലും തിരുവമ്പാടി എം.എൽ.എ സി.കെ. കാസിമാണ് സംസാരിച്ചത്. ഈ വയനാട് തുരങ്കവുമായി ബന്ധപ്പെട്ട പദ്ധതി ഒരിക്കലും യു.ഡി.എഫ് ഉപേക്ഷിക്കില്ല, അത് പൂർത്തിയാകും തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.